ശ്രീ നൂറുദ്ദീൻ, ഇവിടെ ഡോക്ടർ താരയും തുടർന്ന് സന്ദീപാരും പറയുന്ന ഇപ്പോൾ നൂറുദ്ദീൻ അത് വാശിയാണെന്ന് ഞാൻ കരുതുന്നില്ല. നൂറുദ്ദീൻ അത് എന്ന് പറഞ്ഞാൽ ഒരു മേഖല മൊത്തം പകുതിയോളം ഇല്ലാതായിപ്പോയി, ആ മേഖലയിൽ പകുതി മനുഷ്യർ ഇല്ലാതായിപ്പോയി, ബാക്കിയുള്ള മനുഷ്യർ ഈ പറയുന്ന പ്രിയപ്പെട്ടവർ വിട്ടുപോകുന്നതിൻ്റെ തീരാനോവ്, ബാക്കി എന്തു കൊടുത്താലും അച്ഛനും അമ്മയും മക്കളും മരിച്ച വേദന മാറല്ലോ നൂറുദ്ദീൻ. അപ്പോൾ ആ തീരാനോവിൽ നിൽക്കുന്ന ആ ഒരു പാവം ജനത അതൊരുമിച്ച് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നതാണ്. അത് വാശിയെന്ന് ഞാൻ പറയില്ല, പക്ഷേ അതിൻ്റെ പ്രാക്ടിക്കൽ പ്രശ്നം പറയുകയായിരുന്നു കെ ജി താരയും തുടർന്ന് സന്ദീപും. അത് നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ ശ്രീ നൂറുദ്ദീൻ? അല്ല, ഇവർ പറയുന്നത് എല്ലാവരും നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ്. എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളത്, പിന്നെ ഈ ചൂരൽമല മുണ്ടക്കൈയിലുള്ള പട്ടിണി പാവങ്ങളാണ്. അപ്പോൾ ഒരു വിധത്തിലും ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിലോ വർഗത്തിൻ്റെ പേരിലോ നിങ്ങളെന്താക്കരുത്, ആരും തന്നെ ഞങ്ങളെ ഒറ്റപ്പെടുത്തരുത്. ഒറ്റപ്പെടുത്തിയെന്നല്ല പറയുന്നത്, പക്ഷെ എത്രയും പെട്ടെന്ന് ഞങ്ങളെ ആളുകളുടെ അവസ്ഥ, ക്യാമ്പിലേക്ക് പോലും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണുള്ളത്. നിങ്ങൾ എല്ലാവരും ഒരു ഏട്ടനനിയന്മാരെ പോലെ ഇതിൽ രാഷ്ട്രീയം എന്ന വാക്കേ ഉന്നയിക്കാതെ ഞങ്ങളെല്ലാവരും എത്രയും പെട്ടെന്ന് വല്ലാത്തൊരവസ്ഥയിലാണ്. ഒരു വാക്കുകൊണ്ട് പോലും ഞങ്ങളെ ആളുകളെ നിങ്ങളാരും വേദനിപ്പിക്കരുത്. എത്രയും പെട്ടെന്ന് ഞങ്ങളെ വാടക വീട്ടിലും കിടക്കാനുള്ള ചെറിയൊരു റൂമും ഇതൊക്കെ ചെയ്ത് എത്രയും പെട്ടെന്ന് നിങ്ങളെല്ലാവരും, ഇന്നിപ്പോ പ്രധാനമന്ത്രി വന്നു, നമ്മുടെ മുഖ്യമന്ത്രി വന്നു, എല്ലാവരുടെ സഹായം ഉണ്ടായിട്ട്, പക്ഷെ ഒരു വിധത്തിൽ ഒരു വാക്കുകൊണ്ട് പോലും നിങ്ങളാരും ഞങ്ങളെ ആളുകളെ തർക്കിച്ചുകൊണ്ട് നിങ്ങളാരും ഒരു ഇതുണ്ടാക്കരുത്. എനിക്ക് വേദിയിൽ പറയാനുള്ളത്, ക്യാമ്പിലേക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് സാറേ. ഞാൻ ഈ 10 ദിവസമായി ശരിക്കും ഉറങ്ങിയിട്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് ഒരു വാക്കുകൊണ്ട് പോലും ഞങ്ങൾ ആരും വേദനിപ്പിക്കാതെ എല്ലാവരും ഒരുമിച്ച് എവിടെയെങ്കിലും സ്ഥലത്ത് സന്തോഷമായിട്ട് നിൽക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കിയിട്ടില്ല. എനിക്കതാണ് പറയാനുള്ളത്. നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ചയ്ക്ക് കാണുമ്പോഴും ഒറ്റയ്ക്കാക്കല്ലേ എന്ന് പറയുന്നത് നൂറുദ്ദീൻ. ഒറ്റയ്ക്കാക്കില്ല, ഇത് വാക്കാണ്. ഒറ്റയ്ക്കാക്കലെന്ന് പറഞ്ഞാൽ ഇനി ഇതിലും വലിയ എത്ര വാർത്ത വന്നാലും നിങ്ങളുടെ പിന്നാലെയുണ്ട്, നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ? അല്ലാതെ ഈ വാർത്തയുടെ ചൂട് മാറുമ്പോഴേക്കും ആരും നിങ്ങളെ വിട്ടു പോവില്ല. നിങ്ങളെ കെട്ടിപ്പിടിച്ച് ചേർത്ത് നിർത്തി കൂടെ തന്നെ എല്ലാ കാലവും ഉണ്ടാവും. നിങ്ങൾക്ക് കിട്ടാനുള്ള വീട്, നിങ്ങളുടെ ജീവിതം പഴയതുപോലെ ആകും വരെ കൂടെയുണ്ട്. വാക്കാണ്. എല്ലാവരും വല്ലാത്തൊരവസ്ഥയാണ് സാർ. അതുകൊണ്ടാണ് 10 ദിവസമായി ശരിക്കും ഉറങ്ങിയിട്ട്. അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കാനുള്ള വഴികൾ നിങ്ങളല്ല. എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ സന്ദീപ് വാര്യർ, നമ്മളെ ചർച്ചയിലിരിക്കുന്ന ശശിയേട്ടന്, അതുപോലെ നമ്മുടെ മേഡം, എല്ലാവരും ഞങ്ങളെ വേദനയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഞങ്ങളെ മാറ്റി നിർത്തി തരണം. അത്ര എനിക്ക് പറയാനുള്ളത്. ട്രിവാലി റിസോർട്ടിൽ നമ്മൾ ആദ്യം ഫോൺ വിളിക്കുന്നത് നൂറുദ്ദീനെയാണ്. അന്ന് ട്രിവാലി റിസോർട്ടിലാണ് ആ ദുരന്തബാധിതർക്ക് അന്ന് ആ സമയത്ത് ഇതേപോലെ തന്നെ സംസാരിച്ച ആളാണ് നൂറുദ്ദീൻ. എപ്പോൾ കാണുമ്പോഴും വിങ്ങുന്ന ഹൃദയത്തോടെ മാത്രമേ നൂറുദ്ദീന് സംസാരിക്കാൻ കഴിയൂ. എന്ന് പറഞ്ഞാൽ അവിടെ പോകുന്ന ആർക്കും ഇതേ സംസാരിക്കാൻ കഴിയൂ. ഒരു മേപ്പാടി ദുരിതാശ്വാസ ക്യാമ്പിൽ പോയപ്പോഴേക്ക് ഒരു ചേച്ചി ഒന്നുകൂടി ഒന്ന് കെട്ടിപ്പിടിച്ചു. ചേച്ചി പറയുകയാണ്, ഹാഷ്മിയെ കാണണമെന്ന് ഒരുപാട് നാളെ ആഗ്രഹിച്ചു, പക്ഷേ ഈ ദുരന്തഭൂമിയിലായിപ്പോയല്ലോ ഈ കൂടിക്കാഴ്ച. അങ്ങനെ അവിടെ പോയി നിന്ന ഏതു മനുഷ്യനും ദീർഘകാലത്തേക്ക് ഉറക്കത്തിൽ ഞെട്ടി ഉണരാൻ പാകത്തിന്, അല്ലെങ്കിൽ മൂക്കിൽ പറയുന്നത് ശരിയാണെന്നല്ല, ആ ദുരന്തഭൂമിയിൽ നിന്ന് വിട്ടുവന്നാലും മൂക്കിൽ മാറാത്ത ശവഗന്ധം എന്ന് പറയേണ്ടി വരും. അത്രത്തോളം അങ്ങേയറ്റം പതറ്റിക്കായ, അങ്ങേയറ്റം ദയനീയമായ, അങ്ങേയറ്റം വേദന ഉണർത്തുന്ന കാഴ്ചാ സഞ്ചയമാണ് ആ മേഖല. നൂറുദ്ദീൻ കരയുന്നതിൽ അദ്ദേഹത്തെ ഒട്ടുമേ പഴിക്കാൻ കഴിയില്ല. ആ മനുഷ്യർക്ക് നടുവിൽ നിൽക്കുന്ന ആളാണ്.